എറണാകുളം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സിറ്റിംഗ് എംപി കെ.വി. തോമസിന് പ്രതിഷേധം. പ്രായമായത് തന്റെ തെറ്റല്ല എന്നും ഗ്രൂപ്പല്ലാത്തതുകൊണ്ടാണ് തന്നെ തഴഞ്ഞത് എന്നും കെ.വി. തോമസ് പറഞ്ഞു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ കെ.വി. തോമസിന്റെ പൂർണ്ണ പിന്തുണ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് യു.ഡി.എഫ് സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ പറഞ്ഞു. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ സീറ്റ് ലഭിക്കില്ലെന്ന് ഉറപ്പായപ്പോഴാണ് എറണാകുളത്തെ സിറ്റിംഗ് എംപി കെ.വി. തോമസ് പരസ്യ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. സീറ്റിലെന്ന കാര്യത്തിൽ യാതൊരു മുന്നറിയിപ്പും ലഭിച്ചിരുന്നില്ലെന്നും നീതി കാണിക്കാമായിരുന്നെന്നും കെ.വി. തോമസ് പറഞ്ഞു. എന്നോട് ഒരു നീതി കാണിക്കാമായിരുന്നു എന്നെനിക്കുണ്ട്. കാരണം എന്നോട് പറയാമായിരുന്നു. ഞാൻ പറഞ്ഞാൽ ഡിസിപ്ലിൻ്റെ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനം, ഡിസിപ്ലിൻ 100%. എന്നാൽ കെ.വി. തോമസിന്റെ പൂർണ്ണ പിന്തുണ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഹൈബി ഈഡൻ പറഞ്ഞു. അദ്ദേഹം ഒരിക്കലും എറണാകുളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുന്ന ഒരാളല്ല തോമസ് മാഷ്. തോമസ് മാഷിന്റെ എല്ലാവിധ പിന്തുണയും ഈ തെരഞ്ഞെടുപ്പിൽ. സീറ്റ് വിഭജനത്തെ തുടർന്ന് പരസ്യ പ്രതിഷേധവുമായി രംഗത്ത് വന്ന കെ.വി. തോമസിനെ അനുനയിപ്പിക്കാനുള്ള നീക്കം കോൺഗ്രസ് ആരംഭിച്ചു കഴിഞ്ഞു. ബെന്നി ബെഹനാനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കെ.വി. തോമസിന് യു.ഡി.എഫ് കൺവീനർ സ്ഥാനം നൽകി പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കങ്ങളാവും യു.ഡി.എഫ് നടത്തുക. നാളെ സോണിയാഗാന്ധിയുടെ വസതിയിൽ പ്രത്യേക കൂടിക്കാഴ്ചയും നിശ്ചയിച്ചിട്ടുണ്ട്. മുന്നറിയിപ്പൊന്നും കൂടാതെ സിറ്റിംഗ് എംപിയെ തഴഞ്ഞതിൽ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ടെങ്കിലും മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ അത് ബാധിക്കില്ലെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ഡൽഹി ബ്യൂറോയ്ക്കൊപ്പം മീഡിയ 1 കൊച്ചി.